ഹലോ, ഞങ്ങളിതാ ഉണ്ണിയൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണേ. പോകുന്ന വഴിക്ക് ഇതേ നാടൻ പൊട്ടുവെള്ളരി വിൽക്കുന്ന ഒരു കട കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ നിർത്തിയതാണ്. നമ്മളങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവിടെ പൊട്ടുവെള്ളരി മാത്രമല്ല കേട്ടോ, നാടൻ താറാമുട്ടയും കിഴങ്ങൊക്കെ വിൽക്കുന്നുണ്ട്. എല്ലാം കണ്ടിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാട്ടോ തോന്നിയത്. അങ്ങനെ ഞങ്ങളൊരു പൊട്ടുവെള്ളരി എടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എടുക്കുന്നതിൻ്റെ ഇടയിൽ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറയുക ചെയ്ത ഇതിൻ്റെ കൃഷി ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി, അന്നത് കാണാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിൻ്റെ ബാക്കിലോട്ട് പോയി. നിറച്ചും പാടാട്ടോ അതിൻ്റെ ബാക്കിലൊക്കെ. അപ്പോൾ അതാ അവിടെ പൊട്ടുവെള്ളരി ഉണ്ടായി കിടക്കുന്നത് കണ്ടു. അപ്പോൾ നല്ല രസമായിട്ട് തോന്നിയാൽ ഇവിടെ നിന്ന് പറിച്ച് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ചേട്ടൻ അവിടെ വിൽക്കാണ്. എപ്പോഴും സീസണൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പൊട്ടുവെള്ളരി ഇപ്പം ഉണ്ടാവുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഈ ചൂടത്ത് അതിൻ്റെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ആ വീട്ടിലെത്തിയപ്പോൾ തന്നെ ജ്യൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണേ. പല സ്ഥലങ്ങളിലും പൊട്ടുവെള്ളരി അങ്ങനെ കാണാറില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് വേറെ ഒന്നുമില്ല, ഇതിൻ്റെ തൊലിയുണ്ട്, അതൊന്ന് ജസ്റ്റ് പറിച്ച് കളഞ്ഞാൽ മാത്രം മതി. വേറെ ഒന്നും വേസ്റ്റ് ആയിട്ട് വരുന്നില്ല കേട്ടോ. നമുക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇടുക. ഇത് മിക്സിയിലൊന്നും ഇട്ട് അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇത് ഉടച്ചെടുത്താൽ മതി. ഞാൻ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടു. അപ്പോൾ ഇതിന് കുറച്ച് മധുരം കുറവുള്ള പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തു. ആവശ്യമുള്ളവർ മാത്രം പഞ്ചസാര ആഡ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഞാൻ എന്താ എല്ലാം കൂടി ഇട്ട് ഉടച്ചെടുത്തു. അപ്പോൾ എനിക്ക് ജ്യൂസിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം. അപ്പോൾ അത്രയും വെള്ളം ഞാൻ ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ടാണ് ഉടച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണോ അത്രയും വെള്ളം ആഡ് ചെയ്താൽ മതി. ഈ ചൂടത്ത് ഇത് കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിഫ്രഷിങ് ഫീലായിരിക്കും കേട്ടോ. തണുപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ അതിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിലാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ ദാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യത്തെ ഗ്ലാസ് തന്നെ അമ്മയ്ക്ക് കൊടുക്കാം. വേണമെങ്കിൽ ധ്രുവട്ടൻ്റെ അടുത്താണേ, നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ ജ്യൂസ്. അമ്മയ്ക്ക് ഇതേ ജ്യൂസ് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ധ്രുവട്ടൻ മടിയിലിരിക്കുക കേട്ടോ അമ്മയുടെ. അവനിത് ആ ഗ്ലാസ് പിടിക്കാനായിട്ടാവും നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.